കെ.ബി. മണികണ്ഠൻ മൂന്നാം പ്രതി. കെ.ബി. മണികണ്ഠനും ഈ കേസിലെ പ്രതിയാണ്. പൾസർ സുനി ഈ കുറ്റകൃത്യം ചെയ്ത സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് കെ.ബി. മണികണ്ഠനാണ്. എന്ന് മാത്രമല്ല, നെടുമ്പാശ്ശേരി ഭാഗത്ത് വെച്ച് അത്താണിയിൽ വെച്ച് വാഹനാപകടം ഉണ്ടാക്കിയതിന് ശേഷം ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്ന 2 പേർ ഈ നടിയുടെ വാഹനത്തിൽ കയറി അവരുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്നു. അതിലൊരാൾ ഈ മണികണ്ഠനായിരുന്നു, കെ.ബി. മണികണ്ഠൻ. അവർ നടിയെ ഉപദ്രവിച്ചിട്ടില്ല. ആ സമയത്ത് ഈ മണികണ്ഠൻ നടിയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളോടൊരു പ്രശ്നമില്ല, നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല, പക്ഷേ ഇവനോട്, അതായത് മാർട്ടിനോടാണ് പ്രശ്നം. ഇവൻ ഞങ്ങളുടെ വാഹനത്തിൽ വണ്ടി മനഃപൂർവ്വമായി ഇടിപ്പിച്ചു, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാക്കി, ഇവന് ഞങ്ങൾ കണക്കിന് കൊടുക്കുന്നുണ്ട്. നടിയെ ആദ്യം വിശ്വസിപ്പിച്ചത് ഇതൊരു വാഹനാപകടത്തിലുള്ള പ്രതികാരമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ അപകടം ഉണ്ടായതിനു ശേഷം നടിയുടെ പിൻസീറ്റിലേക്ക് കയറിയ 2 പേരിൽ ഒരാളാണ് മണികണ്ഠൻ. ആ മണികണ്ഠൻ പിന്നീട് എറണാകുളം നഗരത്തിലെത്തിയ സമയത്ത് മുൻസീറ്റിലേക്ക് കടന്നു, അവിടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. മണികണ്ഠൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നടി ആക്രമിക്കപ്പെട്ടത്. കേസിലെ 3ാമത്തെ പ്രതിയാണ് മണികണ്ഠൻ. നിരപരാധിയാണ് എന്ന് മണികണ്ഠൻ ആവർത്തിക്കുന്നു. എന്ത് ശിക്ഷയായിരിക്കും മണികണ്ഠന് കിട്ടുക? ശിക്ഷ ഇളവ് യാചിക്കുന്നു മണികണ്ഠൻ. ബി മണികണ്ഠൻ 3ാമത്തെ പ്രതിയാണ്. 2 ചെറിയ കുട്ടികൾ തനിക്കുണ്ട്, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ളതാണ് മണികണ്ഠന്റെ ആവശ്യം. മണികണ്ഠൻ ഈ കേസിൽ എങ്ങനെയാണ് ഇൻവോൾവ്ഡ് പരിശോധിക്കാം. മണികണ്ഠൻ ഈ വ്യാജമായി ഉണ്ടാക്കിയ അപകടത്തെ തുടർന്ന് നടിയുടെ കാറിൽ ആദ്യം കയറിയ ആളുകളിൽ ഒരാൾ മണികണ്ഠനാണ്. അങ്ങനെ നടിയോടൊപ്പം ഇരുന്നു. അപ്പോൾ അവർ നടിയോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. മാർട്ടിനാണ് ഞങ്ങളുടെ ഇര എന്ന് അവിടെ വെച്ച് നടിയെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം മണികണ്ഠൻ പുറത്തിറങ്ങുന്നു. വീണ്ടും എറണാകുളം നഗരത്തിലെത്തിയപ്പോൾ വീണ്ടും മണികണ്ഠൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നു. അപ്പോൾ പൾസർ സുനി പുറകിലേക്ക് വരുന്നു. പൾസർ സുനി നടിയെ ആക്രമിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് മണികണ്ഠനാണ്. ഇപ്പോൾ മണികണ്ഠൻ കോടതിക്ക് മുമ്പിൽ ദയ യാചിക്കുകയാണ്. ശിക്ഷയിൽ ഇളവ് വേണം എന്ന് പൾസർ സുനി ആവശ്യപ്പെട്ടു, മാർട്ടിൻ ആവശ്യപ്പെട്ടു, മണികണ്ഠൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. 2 ചെറിയ കുട്ടികളുണ്ട്, ചെയ്യാത്ത തെറ്റിനാണ് ജയിലിൽ കിടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മണികണ്ഠൻ ആവശ്യപ്പെടുന്നത്. ആദ്യത്തെ 3 പ്രതികൾ ശിക്ഷയിന്മേലുള്ള വാദത്തിൽ പരമാവധി ഇളവ് വേണം, നിരപരാധി എന്ന് മണികണ്ഠൻ അവകാശപ്പെടുകയാണ്. അതെങ്ങനെയാണ് മണികണ്ഠൻ നിരപരാധിയാവുന്നത്? മണികണ്ഠൻ ഈ കേസിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. 3ാം പ്രതി പറയുന്നത് 2 ചെറിയ കുട്ടികൾ തനിക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് തരണം, വീടിന്റെ ഏക ആശ്രയം എന്ന പതിവ് ഡിഫൻസ് ആണ് ശിക്ഷാവിധിയിൽ ഇളവ് ചോദിക്കുമ്പോൾ കോടതി മുൻപാകെ മണികണ്ഠൻ പറയുന്നത്. പൊട്ടിക്കരഞ്ഞിരിക്കുന്നു മാർട്ടിൻ. മണികണ്ഠൻ എനിക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് ശിക്ഷ ഇളവ് ചോദിക്കുന്നു. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമ നേരിടുമ്പോൾ ആർത്തി ചിരിച്ച, എളുപ്പം തീർത്താൽ പെട്ടെന്ന് വിടാം എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ അത്രയും ആ നിലയ്ക്ക് ഭീകരമായ വിധത്തിൽ പീഡിപ്പിച്ച ഈ പ്രതികൾ ഇപ്പോൾ നിയമത്തിന് മുൻപിൽ, കോടതിയുടെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ്. ഈ കണ്ണീര് കൊണ്ടോ ഈ കരച്ചിൽ കൊണ്ടോ അവർ ചെയ്ത കുറ്റകൃത്യം അലിഞ്ഞു പോവുകയോ ഇല്ലാതാവുകയോ ഇല്ല. നിരപരാധി എന്ന് ആവർത്തിക്കുന്നു മണികണ്ഠൻ. കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ ആളാണ് മണികണ്ഠൻ. ഈ കൊട്ടേഷൻ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് ആദ്യം നടിയുടെ വാഹനത്തിൽ കയറിയ 2 പേരിൽ ഒരാളാണ് മണികണ്ഠൻ. എന്ന് മാത്രമല്ല, ഈ വലിയ കുറ്റകൃത്യം നടക്കുമ്പോൾ മണികണ്ഠൻ കാറിലാണ് ഉണ്ടായിരുന്നത്. മഹീന്ദ്ര SUV, അതായത് മാർട്ടിൻ നടിയെ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന മഹീന്ദ്ര SUV കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ് ഈ മണികണ്ഠൻ. ചെയ്യാത്ത കുറ്റത്തിന് 5.5 വർഷം ജയിലിൽ കിടന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ മണികണ്ഠൻ ഉയർത്തുന്നുണ്ട്. ആദ്യത്തെ 3 പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.